സോളും സൺഷയും കൂടി ഒന്നിച്ച് കൈപിടിച്ച് നടന്നു വരുമ്പോഴത്തേക്കും അവൻ പാട്ടൊക്കെ പാടിയത് എത്രത്തോളം നന്നായിരുന്നു എന്നൊക്കെ അവനും സോളിന്റെ അടുത്ത് ചോദിക്കുകയാണ്. സോളാകട്ടെ കൈ രണ്ടും വിരിച്ചു വെച്ചിട്ട് ഇത്രത്തോളം നല്ലതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ കുഞ്ഞായതുകൊണ്ട് തന്നെ അവളെ എടുത്ത് കുറച്ച് മുകളിലൊക്കെ നിർത്തിയതിനു ശേഷം ഇപ്പോഴാണ് ഇത് ശരിയായതെന്നൊക്കെ അവനും പറയുന്നു. അങ്ങനെയിരിക്കെ സോളിന് വേണ്ടിയിട്ടായിരുന്നു താൻ ആ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നതെന്നാണ് സഞ്ജയ് അറിയിക്കുന്നത്. അവന്റെ പാട്ടൊക്കെ കേൾക്കുവാനായിട്ട് സിയോയും എത്തിയിട്ടുണ്ടായിരുന്നു. അയാളും നിങ്ങളെ വെച്ച് എക്ലിപ്സ് എന്ന ബാൻഡൊക്കെ നടത്തുവാനായിട്ട് താൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് അയാളുടെ കാർഡും നൽകിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സഞ്ജയ് അറിയിക്കുമ്പോഴത്തേക്കും സോളും ഒരുപാട് ഹാപ്പി ആകുന്നു. അതായത് സോൾ അവന്റെ ഫ്യൂച്ചറൊക്കെ തകർത്തു എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വീണ്ടും അവൻ ആ ഒരു അവസരമൊക്കെ കിട്ടിയതിൽ അവൾ ഒരുപാട് ഹാപ്പിയാണ്. സോളിന്റെ ഫോണൊക്കെ ഇപ്പോഴും യങ്സുന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഇരിക്കെ അയാൾ രക്ഷപ്പെട്ടു പോകുന്നതും കാണിക്കുന്നു. ഹോസ്പിറ്റലിലെത്തുന്ന ടൈസങ്ങും അച്ഛനെ അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ കിടന്ന ബെഡിൽ അച്ഛൻ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന അച്ഛന്റെ ഷർട്ടിലൊക്കെ ഒരുപാട് രക്തം പുരണ്ടതും അവൻ ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ മരിച്ചുപോയെന്നൊക്കെ വിചാരിക്കുന്ന അവനും അവിടെ ഇരുന്ന് കരയുന്നു. പക്ഷെ അച്ഛനും ചെറിയ ചില പരിക്കുകൾ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ എത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ഛൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് അവൻ കരഞ്ഞതെന്നൊന്നും തുറന്നു പറയുവാനായിട്ട് അവനും തയ്യാറാകുന്നില്ല. സഞ്ജയുടെ അച്ഛൻ യങ്സു രക്ഷപ്പെട്ടു പോയതിന്റെ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാത്റൂമിന്റെ ഡോറൊക്കെ ജാം ആയിട്ടുണ്ടെന്നുള്ള കാര്യം സഞ്ജയ് അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛൻ അതൊന്നും തന്നെ കാര്യമാക്കുന്നില്ല. യങ്സുന്റെ പേരൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നേരത്തെ ടൈസങ്ങും യങ്സുന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ സഞ്ജയും ഓർക്കുന്നു. അതുപോലെ തന്നെ യങ്സു രക്ഷപ്പെട്ടു പോയ കാര്യം സോളും വാർത്തയിലൂടെ കാണുകയാണ്. സോളും ഇപ്പോൾ ടൈസങ്ങിന്റെ അച്ഛനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. ഇതിനു മുമ്പാകട്ടെ യങ്സു സോളിനെ തട്ടിക്കൊണ്ടു പോയ ആ ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിലാണ് അവൾ ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല മെയ് 10 ഇവിടെ ഒളിച്ചിരിക്കാമോ എന്നൊക്കെ അച്ഛന്റെ അടുത്ത് അവൾ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നല്ലോ അവനെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇനി ഒരിക്കലും ഇവിടേക്കൊന്നും വരികയില്ല എന്നൊരു വിശ്വാസത്തിലാണ് ടൈസങ്ങിന്റെ അച്ഛനുമുള്ളത്. പക്ഷെ അയാൾ ഇവിടെ വരുമെന്ന ഒരു ഉറപ്പൊക്കെ സോളിനും ഉണ്ടായിരുന്നു. ടൈസങ്ങിന്റെ അച്ഛനാകട്ടെ കുറച്ച് പോലീസിനെയൊക്കെ നിന്റെ കൂടെ വിടാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അയാൾ ഇവിടെ വരാതിരിക്കുമെന്ന കാര്യം അവൾക്ക് നന്നായി തന്നെ അറിയാം. ഞാൻ പറയുന്നത് പോലെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അയാളെ പിടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ സോൾ പറയുമ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്ന സൺഷയും കേൾക്കുന്നു. കോളേജിലെത്തുന്ന ഹ്യുൻജുവും ചേട്ടന്റെ അടുത്തേക്കൊക്കെ ഓടിച്ചെല്ലുന്നു. കെട്ടിപ്പിടിച്ചതിന് ശേഷം ചേട്ടനെ കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു അതുവഴിയെ സോൾ നടന്നു വരുന്നതൊക്കെ അവളും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോളിന്റെ കണ്ണിലൊന്നും പെടാതിരിക്കുവാനായിട്ട് ചേട്ടനെയുമായിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ വീഴുകയാണ് അവളും. സോൾ അവിടെ നിന്നും പോയി കഴിയുമ്പോഴത്തേക്കുമാണ് അവരും വെള്ളത്തിൽ നിന്നും തിരികെ എത്തുന്നത്. മാത്രമല്ല അവരുടെ ഡ്രസ്സൊക്കെ ഒരുപാട് നനഞ്ഞത് കൊണ്ട് തന്നെ ക്ലാസ്സിലൊന്നും കയറുവാനായിട്ടും അവർ നിൽക്കുന്നില്ല. സോളും വലിയ കാര്യത്തിൽ കോളേജിലേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിൽ പോലും അവളുടെ ക്ലാസ് ഒക്കെ ക്യാൻസൽ ചെയ്തതായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൾ തിരികെ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ബുക്കിനൊക്കെ ഒരുപാട് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ പിടിക്കുവാനായിട്ട് അവളെ സഹായിക്കുന്നു. അങ്ങനെ അവർ ഇപ്പോൾ വീട്ടിലേക്കൊക്കെ മടങ്ങിയെത്തിയിരിക്കുകയാണ്. വീട്ടിലാകട്ടെ അമ്മയും മുത്തശ്ശിയും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ യങ്സു രക്ഷപ്പെട്ടു എന്ന കാര്യമൊക്കെ സഞ്ജയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ വീടൊക്കെ സുരക്ഷിതമാണോ എന്ന് അറിയുവാനായിട്ട് സഞ്ജയ് വീടിനകത്തേക്കൊക്കെ കയറി വരുന്നു. സോൾ മേടിച്ചിട്ടുണ്ടായിരുന്ന സെൽഫ് ഡിഫൻസിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ അവനും എടുത്തു നോക്കുകയാണ്. എന്റെ ഗേൾ ഫ്രണ്ട് സുന്ദരിയല്ലേ, അതുകൊണ്ട് തന്നെ അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ എന്നൊക്കെയാണ് അതെല്ലാം തന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് സഞ്ജയും അവളോട് പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ക്ലാസ് ഒക്കെ താഴെ വീണ് പൊട്ടുന്ന ശബ്ദം അവരും കേൾക്കുന്നത്. അതായത് ചേട്ടനും ഹിഞ്ചും ഇതേ വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുകയൊക്കെ ആയിരുന്നു. മേശയുടെ അടിയിലുണ്ടായിരുന്ന അവരും സോളം സണിച്ചയും കാണുന്നതിന് മുമ്പായിട്ട് തന്നെ പോകാമെന്നൊക്കെ പറഞ്ഞ് പോകുവാൻ തുടങ്ങുമ്പോഴത്തേക്കും ഹ്യുൻജിന്റെ മുടിയൊക്കെ ചേട്ടന്റെ ഷർട്ടിലും കുടുങ്ങുന്നു. ഇപ്പോൾ കയ്യിലുള്ള സെൽഫ് ഡിഫൻസിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് സൺഷയും സോളും ആരാണ് വീട്ടിലുള്ളതെന്നൊക്കെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. ചേട്ടനാകട്ടെ പല പല സ്ഥലങ്ങളിലായിട്ട് മാറി മാറി ഹ്യുൻജിനെ ഒളിപ്പിച്ചും വെക്കുന്നു. അങ്ങനെ വീട് മുഴുവൻ തപ്പുന്നതിനിടയ്ക്കാകട്ടെ അലമാരയൊക്കെ അടയുന്നൊരു ശബ്ദവും അവർ കേൾക്കുകയാണ്. ഹ്യുൻജുവും ചേട്ടനും അലമാരയൊക്കെ അടച്ച് അതിന്റെ അകത്തായിരുന്നു ഇരുന്നിട്ടുമുണ്ടായിരുന്നത്. സോളിനോട് പോലീസിനെയൊക്കെ കോൾ ചെയ്യുവാൻ പറഞ്ഞതിന് ശേഷം സൺജയ് അലമാരയൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ചേട്ടനും അകത്തു നിന്നും അലമാരയൊക്കെ വലിച്ചിട്ടുമുണ്ടായിരുന്നു. പിന്നീട് സഞ്ജയും അതൊക്കെ തള്ളി തുറക്കുമ്പോഴത്തേക്കും അകത്തുണ്ടായിരുന്ന ചേട്ടനും താഴേക്കൊക്കെ വീഴുന്നു. പക്ഷേ സോള് മുഖമൊന്നും കാണാതെ തന്നെ പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ആയുധമൊക്കെ വെച്ചിട്ട് അയാളെയും കറണ്ട് അടുപ്പിച്ച് വീഴ്ത്തുകയാണ്. ചേട്ടന്റെ ബോധമൊക്കെ പോയെന്ന് മനസ്സിലാക്കുന്ന ഹ്യുൻചുവും സ്വയമായിട്ട് തന്നെ അലമാരയിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ചേട്ടന്റെ പേരൊക്കെ വിളിച്ച് കരയുകയും ചെയ്യുന്നു. സോൾ ചേട്ടനോട് ആകെ ദേഷ്യപ്പെടുകയാണ്. പക്ഷെ സൺഷയും അവളെ ഒന്ന് കൂളാക്കുവാനായിട്ട് കൈയൊക്കെ വീശി വീശി കൊടുക്കുന്നുമുണ്ട്. ചേട്ടൻ എന്റെ ഫ്രണ്ടിനെ വളയ്ക്കുവാനായിട്ട് ശ്രമിച്ചു, തൊട്ടും തന്നെ ശരിയായില്ല എന്നൊക്കെ സോൾ പറയുമ്പോഴത്തേക്കും ഞാനായിരുന്നു ചേട്ടനെ വളയ്ക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അതിനിടയിൽ കയറി ഹ്യുൻചുവും പറയുന്നുണ്ട്.
ഹ്യുൻജുനെ ഈ വീട്ടിൽ കൊണ്ടുവന്നത് പോരാതെ എന്റെ ഡ്രസ്സൊക്കെയാണല്ലോ അവൾ ഇട്ടിട്ടുള്ളത്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്നൊക്കെ സോൾ ചോദിക്കുമ്പോഴാകട്ടെ, ആരുമില്ലാത്ത വീട്ടില് നീ എന്തിനാണ് സൺഷൈനും കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെയാണ് ചേട്ടൻ തിരിച്ചും ചോദിക്കുന്നത്. പിന്നെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാമെന്ന രീതിയിൽ ചേട്ടനും നിങ്ങൾ രണ്ടുപേരും ഡേറ്റിനൊക്കെ പൊക്കോ, അതിനുള്ള പെർമിഷനൊക്കെ ഞാൻ നൽകുന്നതായിരിക്കുമെന്നൊക്കെ അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും, ഞങ്ങളും ബ്രേക്കപ്പ് ഒന്നും ആക്കുവാനായിട്ട് പോകുന്നില്ലല്ലോ, പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് നിന്റെ പെർമിഷൻ എന്നൊക്കെ അവരും തിരികെ ചോദിക്കുകയാണ്. സോൾ ചേട്ടന്റെ അടുത്ത് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും, അത് നിന്റെ ചേട്ടനല്ലേ, ഇങ്ങനെയൊന്നും ചേട്ടന്റെ അടുത്ത് സംസാരിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ ഹിഞ്ചുവും പറയുകയാണ്. അതൊക്കെ കാണുമ്പോഴത്തേക്കും സോളിന് കൂടുതലായിട്ടൊക്കെ ദേഷ്യം തോന്നുന്നു. ചേട്ടൻ ഹ്യുൻജുനെ രാജകുമാരി എന്നും ചേട്ടനെ ഹ്യുൻജു ഗോൾഡ് എന്നുമാണ് വിളിക്കുന്നതെന്നും കൂടി കേൾക്കുമ്പോഴത്തേക്കും സോളിനും മൊത്തത്തിൽ കൺട്രോൾ ഒക്കെ പോകുകയാണ്. ഞാൻ പണ്ട് അവൾക്ക് വാർണിംഗ് കൊടുത്തതാണ്, എന്നിട്ട് പോലും അവൾ അതൊന്നും കാര്യമാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തിലൊക്കെയാണ് സോൾ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നീ അവരെ തടയാതിരുന്നതെന്ന് സഞ്ജു ചോദിക്കുമ്പോഴത്തേക്കും ആയിരുന്നു, നേരത്തെ ടൈം ട്രാവൽ ഒക്കെ ചെയ്തു പോയതിനു ശേഷം എത്രത്തോളം സന്തോഷമായിട്ടൊക്കെ ആയിരുന്നു ചേട്ടന്റെ ഒപ്പം ഹ്യുജു താമസിച്ചിട്ടുണ്ടായിരുന്ന കാര്യമൊക്കെ അവളും ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രണ്ട് മക്കളെയൊക്കെ ഓർത്തിട്ടാണ് താനും ഒന്നും ചെയ്യാതെ ഇരുന്നതെന്നൊക്കെ സോൾ പറയുമ്പോഴാകട്ടെ, നീ എത്ര ശ്രമിച്ചിട്ടും ഒരു ഫ്യൂച്ചറിനെ നിനക്ക് മാറ്റുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അത് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് തന്നെ ആയിരുന്നു എന്നാണ് സഞ്ജയം അറിയിക്കുന്നത്. പിന്നെ അവരും ഒരുപാട് സ്നേഹിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവരെ വേർപിരിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന രീതിയിലൊക്കെയാണ് സോളും സംസാരിക്കുന്നത്. പിന്നെ കോൺട്രാക്ടിന്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോഴാകട്ടെ, എക്ലിപ്സ് മാൻഡിന്റെ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്യണമെങ്കിൽ അതിലെ എല്ലാ ആൾക്കാരും വരണ്ടേ, ഇൻഹുക്കിനെ കുറിച്ച് ദിവസമായിട്ട് കാണുന്നില്ല, അവൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാക്കുക എന്നൊക്കെയാണ് സഞ്ജയം ചോദിക്കുന്നത്. സോളും മെയ് 10 ആണല്ലോ യങ്സു തന്നെ അന്വേഷിച്ച് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ മെയ് 4 വരെ ആയെന്നുള്ള കാര്യമൊക്കെ സഞ്ജയം ഓർക്കുന്നു. ഇനി ഇൻഹുക്കിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള വിവരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻഹുക്കിനെ അന്വേഷിച്ചുകൊണ്ട് സോളും സഞ്ജയും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഇൻഹുക്ക് താമസിച്ച വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. ഇൻഹോക്ക് താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു വീടൊക്കെ ടൈസങ്ങിന് ഓഫീസാക്കുവാനായിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ട് ഇൻഹോക്ക് നാട്ടിലേക്കൊക്കെ പോയതാണെന്നുള്ള കാര്യമൊക്കെ ടൈസങ്ങും അറിയിക്കുന്നു. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഹുക്കും സൂപ്പർ സ്റ്റാർ കെ എന്ന പ്രോഗ്രാമിലെ സഞ്ജയ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നല്ലോ. അതിലാകട്ടെ അവൻ പാട്ട് പാടിയപ്പോഴത്തേക്കും ചെറിയ രീതിയിലൊക്കെ സൗണ്ടിനൊരു ക്രാക്ക് ഒക്കെ വന്നത് കൊണ്ട് തന്നെ അതും ട്രോളാക്കി ഒരുപാട് വീഡിയോസ് ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അതൊക്കെ കണ്ടതുകൊണ്ടായിരുന്നു അവനും നാട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഇൻഹുക്കിന്റെ വീടൊക്കെ എവിടെയാണെന്ന് പോലും അവർക്ക് അറിയുകയില്ലെങ്കിൽ പോലും സോളും ആ ഒരു വീട് എവിടെയാണെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവളും ഇതിനു മുമ്പ് ഫാൻ ക്ലബിലൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ സ്ഥലമൊക്കെ തനിക്ക് അറിയാമെന്ന് സോളും അവരെ അറിയിക്കുന്നു. ബസ്സിനാണോ അതോ ട്രെയിനിനാണോ പോകേണ്ടതെന്നൊക്കെ ഓർത്തുകൊണ്ട് സോൾ നിൽക്കുമ്പോഴത്തേക്കുമാണ് ടൈസങ്ങും തന്റെ വണ്ടിയൊക്കെ അവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇതുവരെ അവൻ ഉണ്ടാക്കിയ പണമൊക്കെ വെച്ചിട്ട് ഒരു വീട് പോലും എടുക്കാതെ അതിന് പകരമായിട്ട് വെളിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തൊരു കാറാണ് അത്. അതിന്റെ പേരാണ് സണ്ണി. നമുക്ക് ഈ ഒരു വണ്ടിക്കൊക്കെ ഇൻഹുക്കിനെ കാണുവാനായിട്ട് പോകാമെന്നാണ് ടൈസങ്ങും അറിയിക്കുന്നത്. ഇനി അച്ഛനും മുടിയൊക്കെ കഴുകാനായിട്ട് ഷാമ്പു എല്ലാം തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു വെള്ളമൊന്നും വരുന്നില്ല എന്ന കാര്യമൊക്കെ അച്ഛനും മനസ്സിലാക്കുന്നത്. എന്നാൽ പിന്നെ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയേക്കാമെന്നൊക്കെ വിചാരിച്ച് അച്ഛനും ഡോറൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ബാത്റൂമിന്റെ ഡോറും ജാമായിട്ടുണ്ടായിരുന്നു. അച്ഛനും ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും കണ്ണുപോലും നേർന്നത് കൊണ്ട് തന്നെ മുമ്പിലുണ്ടായിരുന്ന ക്ലോസറ്റിലെ വെള്ളമൊക്കെ എടുത്തിട്ടാണ് മുടിയും മുഖമൊക്കെ അച്ഛനും കഴുകുന്നത്. എന്നാൽ പിന്നെ വെളിയിലുള്ള ആരെങ്കിലും വിളിച്ച് ഈ ഒരു ഡോറൊക്കെ തുറക്കുവാനായിട്ട് പറയാമെന്ന് വിചാരിച്ച് അച്ഛനും വെളിയിലൊക്കെ നോക്കിയിട്ട് ഒരുപാട് നിലവിളിക്കുന്നുണ്ട്. പക്ഷെ വെളിയിൽ കൺസ്ട്രക്ഷൻസിന്റെ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അച്ഛൻ പറയുന്നതൊന്നും തന്നെ ആരും കേൾക്കുന്നില്ല. മാത്രമല്ല ഇത്രയും വലിയ ശബ്ദമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അടുത്തുണ്ടായിരുന്ന പട്ടിയും ഭയങ്കര കുരയാണ്. തൊട്ടടുത്ത വീട്ടിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും തന്നെ അറിയാതെ അമ്മയും മുത്തശ്ശിയും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടും ഇരിക്കുന്നു. അച്ഛനും മറ്റൊരു മാർഗങ്ങളും ഇല്ല എന്നൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്കും എന്തായാലും അധികം വൈകാതെ സഞ്ജയ് വരുമല്ലോ, അവനും വന്നിട്ട് വാതിലൊക്കെ തുറന്ന് തന്നെ പുറത്തിറക്കുമെന്നൊരു വിശ്വാസത്തിൽ അവിടെ ഇരിക്കുന്നു. പക്ഷെ സഞ്ജയും ആ നാട് തന്നെ വിട്ടുപോയെന്നുള്ള കാര്യം അച്ഛൻ അറിയുന്നില്ലല്ലോ. കാറിനോടുള്ള അമിത സ്നേഹം കൊണ്ട് തന്നെ കാറിന് എന്തെങ്കിലും പോറലൊക്കെ ഏൽക്കുമെന്ന് പറഞ്ഞ് ടൈസങ്ങും വളരെ സ്ലോ ആയിട്ടാണ് കാറൊക്കെ ഓടിച്ചു പോകുന്നത്. ഞാൻ ഇത്രയ്ക്ക് പയ്യൊക്കെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്കും ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ പതിയെ കണ്ടൊക്കെ പൊയ്ക്കൂടെ എന്നാണ് ടൈസൺ ചോദിക്കുന്നതും. അങ്ങനെ ഇരിക്കെ ആയിരുന്നു കടലിലേക്ക് ഇറങ്ങുന്ന ഇൻഹുക്കിനെ അവർ കാണുന്നത്. ടൈസങ്ങും അകത്തേക്കൊക്കെ വണ്ടി നിർത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഇൻഹുക്കിനെ രക്ഷിക്കുവാനായിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു. അതേസമയം വണ്ടി ഓഫ് ആക്കുവാനായിട്ട് അവൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. വണ്ടിയും പതിയെ കടലിനുള്ളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ പറഞ്ഞ് സഞ്ജയും ടൈസങ്ങും കൂടി ചേർന്നിട്ട് കടലിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന ഇൻഹുക്കിനെ കരയിലേക്കൊക്കെ നിർത്തുകയാണ്.
ഇൻഹുക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളത്തിലൊക്കെ പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവുണ്ട്. ഇൻഹുക്കും അതൊക്കെ എടുക്കുവാനായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു അവരും തന്നെ പിടിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നതെന്നാണ് ഇൻഹുക്ക് അറിയിക്കുന്നത്. എന്തായാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും സമാധാനത്തിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു സണ്ണിയും കടലിലേക്കൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന കാഴ്ച സോളും കാണുന്നത്. ടൈസിങ്ങിനെ അത് ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അവനും അവിടെ നിന്ന് കരയുകയാണ്. പിന്നീട് ഒരു ഫോട്ടോഗ്രാഫറും ഈ ഒരു മൊമെന്റിന്റെയൊക്കെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവരും വേണ്ട എന്നൊക്കെ പറയുന്നു. അതായത് ടൈസിങ് ഇതുവരെയായിട്ടും സണ്ണി തന്നെ വിട്ട് പോയതിന്റെ വിഷമമൊന്നും മാറ്റിയിട്ടില്ല. ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണ്. ഇൻഹുക്കിന്റെ വീട്ടുകാരും അവരെ നല്ല രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും ടൈസങ് അവരുടെ ഒന്നും കൂടെ കൂടാതെ വിഷമിച്ച് മാറിയിരിക്കുകയാണ്. സോളും ഇപ്പോൾ അമ്മേനെ വിളിച്ചിട്ട് താൻ എവിടെയാണ് ഉള്ളതെന്നൊക്കെ പറയുകയാണ്. അമ്മയും കേട്ട കാര്യങ്ങളെല്ലാം തന്നെ ഉറക്കെയും പറയുന്നു. അതേസമയം അമ്മയുടെ അടുത്തായിട്ട് തന്നെ ആ ഒരു ഷോപ്പിലും യങ്സും നിൽക്കുന്നതൊക്കെ കാണിക്കുന്നു. സോൾ എവിടെയാണ് ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കുന്ന യങ്സും പെട്ടെന്ന് തന്നെ ഒരു സാധനവും മേടിക്കാതെ കടയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.